നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അതാണ് ശരിക്കും ജീവിതത്തിൻ്റെ കൾമിനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാരെ കാണാം, പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യുന്നില്ല, ആശ്രിതരായി ജീവിക്കുന്നവർ എന്ന് നമ്മൾ പറയുന്നു. ധർമ്മക്കാർ, ഭിക്ഷക്കാർ എന്നൊക്കെ പറയുന്നു. അവർ വഴിവക്കിലിരിക്കുന്നു, അല്ലെങ്കിൽ വീട് വീടാന്തരം നടക്കുന്നു, ഭിക്ഷ തേടി നടക്കുന്നു. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ആശ്രയിച്ച് ജീവിക്കുന്നത് ശരിയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഈ ഡിപ്പെൻഡൻസ് അത് ശരിയാണോ, അവർക്ക് എന്താ പോലെ പണിയെടുത്തൂടെ എന്ന് നമുക്ക് തോന്നും. പാരസൈറ്റ്സ് എന്നൊക്കെ നമുക്ക് തോന്നും. പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്തിക്കണ്ണികൾ. ഇപ്പോൾ നമ്മൾ മരത്തിൻ്റെ മുകളിൽ പടരുന്ന ചെറിയ ചെടികളുണ്ട്, ആ മരത്തിൽ നിന്നും വേണ്ട പോഷകങ്ങൾ എടുക്കുന്നു, അങ്ങനെ മരത്തിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്നു. നമ്മുടെ മുകളിൽ അതുപോലെ പാരസൈറ്റ്സ് ജീവിക്കുന്നു, ബാക്ടീരിയ, വൈറസ്, ആ തരത്തിലുള്ള പാരസൈറ്റ്സ്. വൈറസാണ് അതിനൊരു വലിയൊരു ഉദാഹരണം. വൈറസിന് അതിന് ജീവൻ പ്രകടമാകണമെന്നുണ്ടെങ്കിൽ വേറെ ശരീരത്തിൽ കയറണം, അല്ലെങ്കിൽ അതിന് ജീവനില്ല, അതിങ്ങനെ ഡെഡ് ബോഡി പോലെ കിടക്കുക. അതുകൊണ്ടാണ് അതിനെ ജീവൻ്റെയും നോൺ ലിവിങ്ങിൻ്റെയും ലിവിങ്ങിൻ്റെയും ഇടയിലുള്ള ഒരു ട്രാൻസിഷൻ ഫേസ് എന്ന് പറയുന്നു വൈറസിന്. അപ്പോൾ ആശ്രിതത്വം എന്ന് നമ്മളതിനെ പറയുന്നു, പൂർണ്ണമായിട്ടും ആശ്രിതത്വം. അപ്പോൾ നമ്മൾക്ക് ഇവരെന്താണ് പഠിപ്പിച്ചു തരുന്നത്? ജീവിതത്തിലെ എല്ലാ പാഠങ്ങളാണ്. നമ്മൾ പഠിക്കേണ്ടത് ശരിക്കും നമ്മൾ ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്നാണ്. നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും നമ്മളും ആശ്രയിച്ചല്ലേ ജീവിക്കുന്നത്. ആർക്കെങ്കിലും ഇവിടെ ആശ്രയിച്ചല്ലാതെ ജീവിക്കാൻ സാധിക്കും? കുട്ടികൾ ടീച്ചറിനെ ആശ്രയിക്കുന്നു പഠിപ്പിക്കാൻ. ടീച്ചർക്ക് ജോലി വേണമെങ്കിൽ കുട്ടികൾ വേണ്ടേ? അപ്പോൾ കുട്ടികളില്ലെങ്കിൽ ടീച്ചറില്ലേ. പേഷ്യൻസ് ഡോക്ടറെ ആശ്രയിക്കുന്നു, ഡോക്ടർ പേഷ്യൻസിനെയും ആശ്രയിക്കുന്നുണ്ട്. പേഷ്യൻസിലേക്ക് ഡോക്ടർ എങ്ങനെയാവുക? അപ്പോൾ ഞങ്ങൾ ട്രെയിനിങ് പീരീഡിലൊക്കെ
ഒരുപാട് പേഷ്യൻസിനെ പരിശോധിച്ചിട്ടും ട്രീറ്റ്മെൻറ്റ് നടത്തിയാണ് നമ്മൾ സ്വയം ട്രെയിൻഡ് ആവുന്നത്. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയി, എനിക്കതിൻ്റെ കഴിവ് വന്നു, എനിക്കിനി പൈസ തരണം എന്ന് നമ്മൾ പറയുന്നു. അതുവരെ ഇങ്ങനെ എല്ലാവരും ഒരു കേണപേക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ സ്റ്റുഡൻസിന് ഒന്ന് ഇരുന്ന് തരുമോ, ഞങ്ങളൊന്ന് പരിശോധിച്ചോട്ടെ എന്ന് ചോദിച്ച സ്റ്റേജസ് ഉണ്ട്. എക്സാം സമയത്തൊക്കെ പേഷ്യൻസിനിരുത്തും. നമ്മൾ അവരോട് അഭ്യർത്ഥിക്കണം. ചിലർ എണീറ്റ് പോവും, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് നെഗറ്റീവ് മാർക്കാണ്, പേഷ്യൻസിന് ഇരുത്താൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ആശ്രയിക്കുന്നു. കടക്കാരൻ കസ്റ്റമേഴ്സിൻ്റെ മുകളിൽ ആശ്രയിക്കുന്നു, കസ്റ്റമർ കടക്കാരൻ്റെ മുകളിൽ ആശ്രയിക്കുന്നു. അപ്പോൾ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്ന ഒരു സ്റ്റേറ്റ്, അതാണ് നമ്മൾ പറയുന്നത്. അവർ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വേണോ? പക്ഷെ അവർ ഈ പാഠം പഠിപ്പിക്കുകയാണ്. കാരണം നമ്മൾ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആരെയും തരണം. കൈ നീട്ടി അവർ നിൽക്കുകയാണ്, കൊടുത്തത് എന്തോ വാങ്ങുന്നു. അതിൽ കുറച്ചുകൂടി പ്രൊമോട്ടഡ് ആയിട്ടുള്ള ഭിക്ഷക്കാരുണ്ട്. അവർ പറയും 10 റുപ്യൊന്നും പോരാ, കുറച്ചും കൂടി വേണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർ ആശ്രയിക്കുന്നു എന്നുള്ള ബോധം കൂടിയും അവർക്കില്ലാതെയും മാറിയിരിക്കുന്നു. അവരത് ജീവിതത്തിൻ്റെ രീതിയാക്കി മാറ്റി. ഇപ്പോൾ അസ്ട്രോളജിക്കൽ കാൽക്കുലേഷൻസിൽ ഈ തരത്തിലുള്ള വ്യക്തികളെ കുറിച്ച് എൻ്റെ അമ്മ പറയാറുണ്ട്. അവർക്ക് ദാരിദ്ര്യത്തിൻ്റെ യോഗം ഉണ്ടെന്ന് പറയും. അപ്പോൾ ചിലർക്ക് ആ ജാതകത്തിൽ ആ ദാരിദ്ര്യ യോഗത്തിനൊരു ഭംഗം ഉണ്ടെന്ന്, അവരത് അനുഭവിക്കില്ല. ഇവർക്കൊക്കെ ആ യോഗമുണ്ട്, ഭംഗമുണ്ട്. കാരണം എന്താ, അവരെ ദാരിദ്ര്യം അനുഭവിക്കാൻ സമൂഹം അനുവദിക്കുന്നില്ല. സമൂഹം അവർ നോക്കുന്നു, ഗവൺമെൻറ് അവർ നോക്കുന്നു, ഫ്രീ റേഷൻ നൽകുന്നു, ഫ്രീ ചികിത്സ നൽകുന്നു. പക്ഷേ ഇവരത് മനസ്സിലാക്കിയിട്ട് സ്വയം ആക്ടിവേറ്റഡായിട്ട് പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട്. ഈ ആശ്രിതത്വം ശരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്, മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് നമ്മുടെ അടുത്ത ട്രാവൽ. ഒരു കുട്ടി അമ്മയുടെ അച്ഛൻ്റെയും മുകളിൽ ആശ്രയിച്ചിട്ട് വളരുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുകയാണ്, അറിവുകൾ നേടുന്നു, അവിടെയും ഡിപ്പെൻഡൻസാണ്. അതിനുശേഷം ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിൽക്കുന്നു എന്ന് തോന്നുന്നു. എന്താണ് സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ, എനിക്കെൻ്റെ പൈസയായി. അപ്പോൾ നമ്മൾ പൈസേനെ ആശ്രയിക്കാൻ തുടങ്ങും, സ്ഥാനത്തിനെ ആശ്രയിക്കാൻ തുടങ്ങും. റിട്ടയർ ആവുന്നത് പോലെ സകലരെയും കമാൻഡ് ചെയ്യും. നമുക്കൊരു ആരോഗ്യം ഉള്ള സമയത്ത് സകലരെയും മുകളിൽ നിങ്ങൾക്കെന്താ പോയി പഠിച്ചൂടെ, പൈസ ഉണ്ടായിക്കൂടെ, ഇങ്ങനെ വെറുതെ ഇരിക്കണോ? ഇപ്പോൾ തറവാടിൽ കുറച്ച് നല്ല നിലയിൽ നിൽക്കുന്ന ആൾക്കാർ മറ്റവരൊക്കെ പറയും നിനക്കെന്താ ജീവിച്ചു, ആരൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് ഇതുവരെ ആയി. അവസാനം റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് പ്രായമാകുമ്പോൾ ഈ പറഞ്ഞ വ്യക്തികളെ തന്നെ ആശ്രയിക്കേണ്ടി വരും. ഹോസ്പിറ്റലിൽ പോകാനോ ടോയ്ലറ്റിൽ പോകാനോ, ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല, വായിച്ചു കൊടുക്കേണ്ടി വരും ആരെങ്കിലും. അതുപോലെ കാഴ്ച നഷ്ടപ്പെട്ടു പോകും. ഒരുപാട് വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാരുടെ അവസാന ജീവിതം വളരെ ദുഃഖകരമായിരുന്നു. കാരണം അവർ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിതം. അവരെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വൃദ്ധാശ്രമത്തിൽ എവിടെയും കൊണ്ടിടുന്നു, അവരവിടെ ആശ്രയിക്കേണ്ടി വരുന്നു. പക്ഷെ അത് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇതുവരെ അങ്ങനെ ജീവിച്ചിട്ടില്ല. പക്ഷെ അത് പഠിച്ചേ പറ്റുള്ളൂ. പ്രകൃതി അത് കാണിച്ചു തരുന്നുണ്ട്, നിങ്ങൾ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എന്നുള്ളത് പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവർ ഡിപ്പെൻഡൻ്റ് ആക്കുന്നത്. അപ്പോൾ വളരെയധികം ഡോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ അവസാനം വളരെ വളരെ ഡിപ്പെൻഡൻ്റ് ആവുന്നു. ഇത് പഠിക്കാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഇതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിത് പഠിച്ചിരുന്നെങ്കിൽ ജീവിതത്തിൽ മുഴുവൻ നമ്മൾ ശരിക്കും ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് അവസാനത്തെ ഈ ഒരു സ്ട്രെയിൻ ഉണ്ടാവില്ല, സ്ട്രെസ് ഉണ്ടാവില്ല. മറ്റേത് എനിക്ക് ഇനി ജീവിക്കണ്ട, ഞാനിങ്ങനെ ജീവിച്ചിട്ടില്ല, ഞാനിപ്പോൾ എൻ്റെ സ്വന്തം കാര്യങ്ങൾ നടത്തിയിരിക്കുന്നു എന്ന് തോന്നൽ വരും. ജീവിതത്തിലുടനീളം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാണ്. എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്നേഹത്തെയാണ്. സ്നേഹമാണ് നമ്മളെ സഹായിച്ചത്. അതാണ് ഈ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഭിക്ഷ യാചിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത്. കാരണം അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്നേഹത്തിനെയാണ്, സമൂഹത്തിൻ്റെ സ്നേഹം. അതതിനേക്കാൾ ഉപരി ഈശ്വരൻ്റെ സ്നേഹം. ഈശ്വരൻ പ്രൊവൈഡ് ചെയ്യുന്നു എല്ലാവർക്കും. പുല്ലിനും കൂടി വെള്ളം കൊടുക്കുന്നു. വെറുതെ നിൽക്കുന്ന പുല്ല്, അതിന് ജീവിക്കാനുള്ള അവസരമുണ്ട്. അതുപോലെ എല്ലാവർക്കും നൽകുന്നു. അത് ആ ഉദാരതയായിട്ട് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് മൃഗങ്ങളുടെ ഉള്ളിൽ നിന്നൊക്കെ പ്രകടമാവുന്നുണ്ട്. അതാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. അവർ നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു ആ സ്നേഹം. അതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം. നമ്മൾ ശരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സ്നേഹത്തിൻ്റെ മുകളിലാണ്, അല്ലാതെ വ്യക്തികളുടെ മുകളിലോ പൈസയുടെ മുകളിലോ ഒന്നുമല്ല. നമ്മൾ ജോലി എടുത്തിട്ട് സാലറി കിട്ടുമ്പോൾ സാലറി ആരാ തന്ന്? സമൂഹം നമുക്ക് തരുന്നതാണ്. നമ്മൾ ചെയ്ത പ്രവൃത്തിക്കുള്ള വാല്യൂ മനസ്സിലാക്കി സമൂഹം നമുക്ക് തരികയാണ്. അപ്പോൾ നമ്മൾ സ്നേഹത്തോടെ സ്വീകരിക്കണം. എന്നിട്ട് അതിനേക്കാളും 10 മടങ്ങ് നല്ല രീതിയിൽ പ്രവർത്തിക്കണം. ആ സ്നേഹം നമ്മൾ നൽകണം. അപ്പോൾ ലഭിച്ചത് നമ്മൾ നൽകുക എന്നുള്ള ആ പാഠമാണ് ശരിക്കും നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ടത്. അങ്ങനെയാണ് നമുക്ക് ഇനി ടെൻഷൻ ഉണ്ടാവില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നൽകിയിരുന്നെങ്കിൽ ഇനി വയ്യാതെ ആകുമ്പോൾ എന്നെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡിപ്പെൻഡൻ്റ് ആവില്ല. സ്നേഹത്തിനാണ് ഞാൻ ആശ്രയിക്കുന്നത്. സന്തോഷിക്കണം. ഈശ്വരൻ അങ്ങനെ ആളെ പറഞ്ഞയച്ചല്ലോ. സ്നേഹം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷം. ഈശ്വരൻ വരുമ്പോൾ
നമ്മൾ മനസ്സിലാക്കില്ല എന്നാണ് ബാബുജി മഹാരാജ് മൈ മാസ്റ്റർ പറയുന്നത്. നമ്മളെല്ലാവരും പറയുന്നത് ഈശ്വരൻ സ്നേഹമാണ്. പക്ഷേ സ്നേഹം രൂപമായിട്ട് വരുമ്പോൾ നമ്മൾ ഈശ്വരനെ തിരിച്ചറിയുന്നില്ല. അപ്പോൾ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നവർ നമുക്ക് സഹായം തരുന്നു, ചിലപ്പോൾ ഇറിറ്റേറ്റഡ് ആയിട്ട് സഹായം തരുന്നതായിരിക്കും, പക്ഷെ അതും ഈശ്വരൻ തന്നെ. നമുക്ക് ഏത് രീതിയിലും തരുന്നത് ഈശ്വരനാണ്, സ്നേഹമാണെന്ന് തിരിച്ചറിഞ്ഞിവിടെ ജയിക്കും. നമുക്ക് ഒരിക്കലും സങ്കടം ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യം. ഈ ഒരു ട്രാൻസാക്ഷൻ, സ്നേഹം ലഭിക്കുക, സ്നേഹം കൊടുക്കുക, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു തടസ്സവും ഇല്ലാണ്ടേ മാറും. നമുക്ക് ഒരു തരത്തിൽ ടെൻഷൻ ഇല്ലാണ്ടേ മാറുന്നു. നമ്മൾ തന്നെ സ്നേഹമായി മാറുന്നു എന്നാണ് മാസ്റ്റേഴ്സ് പറഞ്ഞത്. അതാണ് ജീവിതത്തിൻ്റെ കൾമിനേഷൻ. എഡ്യൂക്കേഷൻ എന്നുള്ള ഈ പ്രോസസ്സിൽ നമ്മൾ പഠിക്കുമ്പോഴും ജീവിതയാത്രയിൽ പോകുമ്പോഴും അനുഭവങ്ങളും എല്ലാം നമ്മൾ അനുഭവിക്കുമ്പോഴും എല്ലാം മനസ്സിലാക്കണം, നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്ന ഒറ്റ സാധനം മാത്രമേ ഉള്ളൂ, സ്നേഹമാണ്. അതിൻ്റെ കൾമിനേഷൻ എന്ന് പറഞ്ഞാൽ സ്നേഹമായി തീരുക എന്നതാണെന്ന് മനസ്സിലാക്കുക. ഇതാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു അർത്ഥം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അടുത്ത സെഷൻ വരെ തൽക്കാലം വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.